ഹരേ കൃഷ്ണ. ഭഗവാന്റെ മത്സ്യാവതാര കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. പണ്ട് സത്യവ്രതൻ എന്ന ഒരു വിഷ്ണു ഭക്തനായ രാജാവ് ഘൃതമാലിനി എന്ന പുണ്യവാഹിനിയിൽ സ്നാനം ചെയ്ത് തർപ്പണം നടത്തുന്ന സമയം അദ്ദേഹത്തിന്റെ കരസമ്പുടത്തിൽ നദിയിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിന്റെ കൂടെ ഒരു ചെറിയ മത്സ്യക്കുഞ്ഞാകപ്പെട്ടു. വളരെ കൗതുകവും ഐശ്വര്യവും തോന്നിച്ചിരുന്ന ആ മീൻകുഞ്ഞിനെ അദ്ദേഹം ഒരു കുടത്തിലാക്കി അരമനയിൽ കൊണ്ടുവന്ന് കാര്യമായി സൂക്ഷിച്ചു വളർത്തി. വൈവസ്വത മനുവായ സത്യവ്രതനായിരുന്നു അദ്ദേഹം, സൂര്യവംശത്തിന്റെ ആദി പിതാവ്. കലശത്തിൽ കിടന്ന് ആ മത്സ്യപോതം പെട്ടെന്ന് വളർന്ന് അതിൽ കൊള്ളാതെയായി. ഉടനെ രാജേന്ദ്രൻ അതിനെ എടുത്ത് കൊട്ടാരമുറ്റത്തുള്ള ഒരു കിണറ്റിൽ നിക്ഷേപിച്ചു. അതിവേഗത്തിൽ അവിടെയും കിടന്നു വളർന്ന് അല്പദിവസം കൊണ്ട് ആ കൂപത്തിലും അത് കൊള്ളാതെയായി. അസാധാരണ വൈശിഷ്ട്യമുള്ള ഒരു മത്സ്യമാണെന്ന് ധരിച്ച് സത്യവ്രതൻ ക്ഷണത്തിൽ അതിനെ കൂപത്തിൽ നിന്നും എടുത്ത് ഒരു വലിയ പൊയ്കയിൽ കൊണ്ടുചെന്നിട്ടു. ഏറെ താമസിയാതെ അത് വളർന്ന് ആ പൊയ്കയിലും അതിന് സ്ഥലം പോരാതെയായി. ഉടനെ സത്യവ്രതൻ അതിനെ വാപിയിൽ നിന്നും എടുത്ത് അടുത്തുള്ള ഒരു വലിയ പുഴയിൽ കൊണ്ടുചെന്നിട്ട് ദിവസവും അതിന്റെ വളർച്ചയെ പരിശോധിച്ചുകൊണ്ടിരുന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ആ നദിയിലും അത് കൊള്ളാതെയായി. ഇനി എന്താണ് വേണ്ടത്? സത്യവ്രതൻ ആലോചിച്ചു. ലക്ഷണമൊത്ത ഒരു മത്സ്യമാണത്. അത് എവിടെയെങ്കിലും കിടന്ന് സുഖമായി വളരണം എന്നു ചിന്തിച്ച് അദ്ദേഹം വിനാ വിളംബം അതിനെ ആറ്റിൽ നിന്നും എടുത്ത് ആഴിയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചു. 6-ാം മന്വന്തരത്തിന്റെ അവസാന ഘട്ടമായിരുന്നു അത്. സൃഷ്ടി കഴിഞ്ഞ് വിധാതാവ് നിദ്രയിൽ മയങ്ങിക്കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചതുർമുഖങ്ങളിൽ നിന്നും ലോകോപകാരാർത്ഥമുണ്ടായ വേദങ്ങൾ 4 അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു അസുരപ്രവരൻ അമ്പുതി മധ്യത്തിൽ ചാടി ഒളിച്ചു കളഞ്ഞു. വേദങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്ന വിവരം വേദാവ് വേദവേദ്യനായ വിഷ്ണു ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് സങ്കടത്തോടെ അറിയിച്ചു. നിവൃത്തിയുണ്ടാക്കാം എന്ന് അരുളി ചെയ്ത് അരവിന്ദനേത്രൻ അരവിന്ദോത്ഭവനെ സമാധാനപ്പെടുത്തി അയച്ചു. സത്യവ്രതൻ മത്സ്യത്തെ എടുത്ത് സാഗര സലിലത്തിൽ ഇട്ടപ്പോൾ ആ ജഷം നരേന്ദ്രനോടായി ചോദിച്ചു, അങ്ങ് എന്നെ സ്നേഹവാത്സല്യത്തോടെ ഇത്രനാളും വളർത്തി, ഒടുവിൽ ഭയങ്കര ജലജന്തുക്കൾ നിറഞ്ഞ ഈ അർണവത്തിൽ തള്ളുകയാണോ? എനിക്കിനി ആരാണൊരാശ്രയം? അങ്ങ് എന്നെയും കാത്തുകൊണ്ട് ഈ സമുദ്രതീരത്ത് നിൽക്കുമോ? ദൈവമേ, ഈ മത്സ്യത്തിന് യാതൊരു ആപത്തും സംഭവിക്കാതിരിക്കാൻ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാർത്ഥിവേന്ദ്രൻ പാരാവാരത്തിന്റെ തീരത്ത് നിൽക്കുമ്പോൾ അന്ധകരണത്തിലുദിച്ച ആത്മപ്രചോദനത്തിന്റെ ഫലമായി അദ്ദേഹം ആഴിയിലേക്ക് ഒന്ന് വീക്ഷിച്ചു. ആ മത്സ്യത്തിൽ സർവ്വവിഷ്ണു ചിഹ്നങ്ങളും പ്രകാശിക്കുന്നതായും അപ്രമേയമായ ഒരു പ്രഭ അതിനു ചുറ്റും വിരാജിക്കുന്നതും അദ്ദേഹം കണ്ടു.